ഹായ്, സൈലം ടീച്ചിങ് എക്സാംസ് യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും ഹർദ്ദമായ സ്വാഗതം. അപ്പോൾ ഇന്ന് നമുക്ക് HSA പരീക്ഷയ്ക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ്. അപ്പോൾ പല ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം സംശയമുള്ളൊരു ടോപ്പിക്ക് കൂടിയാണ് ഈ നമ്മുടെ ആഗമസന്ധി, പിരിച്ചെഴുത്ത് ചേർത്തെഴുത്ത് എന്ന് പറയുന്ന വിഭാഗത്തിൽ നിന്ന് ഉറപ്പായിട്ട് ഒരു ചോദ്യം വരുന്ന ഒരു സെക്ഷൻ കൂടിയാണ് ആഗമസന്ധി. ആഗമസന്ധി കോഡിലൂടെ നമുക്ക് എങ്ങനെ പഠിക്കാം, ഈസി ആയിട്ട് പഠിച്ചെടുക്കാൻ പറ്റുന്ന ഒന്ന് തന്നെയാണ്. അപ്പോൾ ആഗമസന്ധി എന്താണ് എന്ന് നോക്കാം. നമുക്ക് ആദ്യം ഒരു പദം പിരിച്ചിട്ട് ചേർത്ത് എഴുതുമ്പോൾ പുതിയതായി ഒരു വർണ്ണം വന്നു ചേരുന്നതാണ് ആഗമസന്ധി. നമ്മളൊരു പദം പിരിച്ചിട്ട് ചേർത്തെഴുതുമ്പോൾ പുതിയതായിട്ടൊരു വർണ്ണം എന്ത് ചെയ്യും, വന്നു ചേരും. അതിനെയാണ് നമ്മൾ ആഗമസന്ധി എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ ആഗമിക്കുക, വരിക, വന്നു ചേരുക എന്നൊക്കെയുള്ള അർത്ഥമാണ്. ഇതിൽ രണ്ട് കാര്യങ്ങളാണ് ആദ്യം വന്നു ചേരുന്നതായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാവുന്നത്. എന്തൊക്കെയാണ് വന്നു ചേരുന്നതെന്ന് നോക്കിയേ. യ്, വ് എന്നീ വർണ്ണങ്ങളിൽ ഏതെങ്കിലും ഒന്ന് ആഗമിക്കും. അപ്പോൾ ഒന്നുകിൽ യ അല്ലെങ്കിൽ വ, രണ്ടിലേതെങ്കിലും ഒരു വർണ്ണം വന്നു ചേരുന്നത് ആണ് ആഗമസന്ധിയുടെ ആദ്യ റൂള്. ഉദാഹരണം നോക്കിയേ, അണി അധികം അറ, അണിയറ. അപ്പോൾ പല കുട്ടികൾക്കും ഡൗട്ട് ഉണ്ടാവും, എവിടുന്ന് ഈ യ വന്നു. ഒത്തിരി പേര് എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുള്ളതാണ്, എവിടുന്നാണ് ഈ യ വന്നത്. അത് വന്നത് അണിയറ എന്ന പദത്തെ അല്ലേ നമ്മൾ പിരിക്കുന്നത്, അണിയറ. അപ്പോൾ അതിനകത്ത് യാ ഉണ്ടല്ലോ. ആ അണിയറ എങ്ങനെ ഫോം ചെയ്തു എന്നുള്ളതാണ് അണി അധികം അറ. അപ്പോൾ യ എന്ന വർണ്ണം വന്ന് ഈ ആയോടൊപ്പം ചേരുമ്പോഴാണ് യായാകുന്നത്. ഒരു അധിക ചിഹ്നം ഇട്ടാൽ അതിൻ്റെ ഇപ്പുറത്തുള്ളത് പൂർവ്വപദം, അപ്പുറത്തുള്ളത് ഉത്തരപദം. അപ്പോൾ ഉത്തരപദത്തിലെ സ്വരത്തോടൊപ്പം യ എന്ന വർണ്ണം വന്ന് ചേർന്നു, ആഗമിച്ചു. അങ്ങനെയാണ് അണിയറ. അടുത്ത ഉദാഹരണം നോക്കിയേ, ആടയാഭരണം. ഇവിടെയും അങ്ങനെ തന്നെ യ വന്ന് ഈ ആയോടൊപ്പം ചേർന്നപ്പോൾ ആടയാഭരണം. കറി അധികം ഉപ്പ്, കറിയുപ്പ്. ഇവിടെ യ പ്ലസ് ഉ ആണ് യോ കിട്ടിയത്, കറിയുപ്പ്. ഇനി നോക്കൂ, വഴിയമ്പലം അല്ലേ. യ അധികം ഉത്തരപദത്തിലെ ആദ്യ സ്വരമായ ആ ചേരുമ്പം യ, വഴിയമ്പലം. കളിയൂഞ്ഞാൽ, യ ഉ യു, അപ്പൊ ചേർത്ത് എഴുതുമ്പം കളിയൂഞ്ഞാൽ. കളിയാട്ടം, യ ആ യാ, കളിയാട്ടം. മല ആളം, മലയാളം. മല അധികാളം, മലയാളം. പുക ഇലയാണ് പുകയിലയായി മാറുന്നത്. ഓക്കെ അല്ലേ? യ പ്ലസ് ഈ കിട്ടും, പുകയില. ഈ ബ്രാക്കറ്റ് കൊടുത്തിരിക്കുന്നത് ആഗമിച്ച വർണ്ണമാണ്. ഇനി നോക്കി, അപ്പം ഇതിൽ നിന്നുകൊണ്ട് നമുക്ക് ഒന്നുകൂടി എഴുതാം. ആ പ്ലസ് ആൾ ആവുമ്പോൾ അയാൾ എന്ന് കിട്ടും. എന്ത് കിട്ടും? അയാൾ. അതുപോലെയാണ് ഈ പ്ലസ് ആൾ ചേർത്തെഴുതുമ്പോൾ ഇയാൾ എന്ന് കിട്ടും. അതായത് ഇവിടെ യ, രണ്ടിടത്തും യ വന്ന് ആയോടൊപ്പം ചേരുമ്പോൾ അയാൾ, ഇയാൾ. കണ്ടോ? ഇനി നോക്കിക്കേ, വ് വരുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ആ പ്ലസ് അൻ, അവൻ. ആ അധികം അന്നാണ് എന്താകുന്നത്, അവൻ. അതായത് വ് അധികം ആ ചേരുമ്പോൾ വായാവും, അവൻ. ആ അൾ, അവൾ. ഇവിടെ വ് വരുന്നുണ്ട് അല്ലേ, വ് പ്ലസ് ആ എന്തായി, വായായി, അവൾ. ഇനി ഈ അന്നാണ് ഇവൻ, ഈ അൾ ഇവൾ. അപ്പോൾ ഇവിടെ എല്ലാം വ് ആണ് എന്ത് ചെയ്യുന്നത്, വരുന്നത്. വന്നിട്ട് ഉത്തരപദത്തിലെ ആദ്യ സ്വരത്തോടൊപ്പം ചേരുമ്പോൾ ഇവൻ, ഇവൾ എന്നിങ്ങനെ കിട്ടും. ഓക്കെ. ഇനി നോക്കിക്കേ, പൂ അധികം അമ്പൻ. നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പൂവ് എന്ന പദം, പൂവ് വരുന്ന എന്ത് നമ്മൾ പിരിക്കുന്നത് പൂ എന്ന് പിരിച്ചാൽ മതി. ഇപ്പോൾ പൂ അധികം തുമ്പി, പൂത്തുമ്പി ദ്വിത്വസന്ധിയാണ്. അതുപോലെ പൂ അധികം കാലം, പൂക്കാലം ദ്വിത്വസന്ധിയാണ്. പൂ അധികം അമ്പൻ, പൂവമ്പൻ ആഗമസന്ധിയാണ്. പൂ അധികം തെന്നൽ, പൂന്തന്നൽ ആഗമസന്ധിയാണ്. വേറൊരു റൂളിലേക്ക് വരുമെന്നേ ഉള്ളൂ. അപ്പോൾ പൂ അമ്പൻ, പൂവമ്പൻ. ഓക്കെ. പൂ അധികം അരശ്, പൂവരശ്. അപ്പോൾ വ് പ്ലസ് ആ ചേരുമ്പം വായാവും, പൂവരശ്. തിരു അരങ്ങ്, തിരുവരങ്ങ്. മൂ അർ, മൂവർ. ഒരു അൻ, ഒരുവൻ. ഇരു അർ, ഇരുവർ. തിരു ആതിര, തിരുവാതിര.
ഇനി ഓടുന്നവൻ പരീക്ഷയ്ക്ക് ചോദിച്ചിരുന്നു. ഓടുന്ന പ്ലസ് അന്നാണ് അല്ലേ? ചേർത്ത് എഴുതുമ്പോൾ എന്താവും? ഓടുന്നവൻ എന്നാവും. അതായത് ഇവിടെ ഒരു വ വന്ന് ഈ ആയോടൊപ്പം ചേരുമ്പോഴാണ് വായാകുന്നത്. ഓടുന്ന അൻ, ഓടുന്നവൻ. ഓക്കേ, ഇനി നമുക്ക് സെക്കൻഡ് റൂളിലേക്ക് പോവാം. എങ്ങനെയാണ് നമ്മൾ സെക്കൻഡ് റൂളിലേക്ക് പോകുന്നതെന്ന് നോക്കിക്കേ. യെസ്, നോക്കണേ. അതായത് ഇത് പഠിച്ചിട്ട് ഇപ്പുറത്ത് വരണം. കരി, മല, മാ, മുള, പൂ, പുളി, പൈ, പന. അപ്പം കരി, മല, മാ, മുള, പൂ, പുളി, പൈ, പന എന്നീ പദങ്ങളിൽ ഇവയിൽ ഏതെങ്കിലും ഒരു പദത്തിൽ ആരംഭിക്കുകയും ചേർത്തെഴുതുമ്പോൾ ഇങ്ക, ഇഞ്ച, ഇന്ത, ഇമ്പ എന്നീ അക്ഷരങ്ങൾ ആഗമിക്കുകയും ചെയ്യുന്നു. റൂൾ നോക്കൂ. കരി, മല, മാ, മുള, പൂ, പുളി, പൈ, പന എന്നീ പദങ്ങളിൽ തുടങ്ങുകയും ചേർത്തെഴുതുമ്പോൾ ഇങ്ക, ഇഞ്ച, ഇന്ത, ഇമ്പ എന്നീ വർണ്ണങ്ങളിൽ ഏതെങ്കിലും ഒന്ന് വരികയും ചെയ്താൽ ആഗമസന്ധി. ഇനി നമ്മൾ ചെയ്യേണ്ടത് ങ്ക എന്ന അക്ഷരം ഫോം ചെയ്യുന്നത് എങ്ങനെയാണ്? ഞ് അധികം ച ആണ് ഇഞ്ച. ങ് ക ങ്ക, ന് ത ഇന്ത, മ് പ മ്പ. ഇവിടെ ഒന്നും തന്നെ നഷ്ടമാകുന്നില്ല. അതുകൊണ്ട് നമുക്ക് ഇതൊന്നും ആദേശമൊന്നും പറയാനാവില്ല അല്ലേ? ഒന്ന് പോയിട്ടല്ല വേറൊന്ന് വരുന്നത്, ഇതോടൊപ്പം ചേരുകയാണ് ചെയ്യുന്നത്. ഓക്കേ, ഇവിടെ നോക്കാം നമുക്ക്. കരി എന്ന പദത്തിൽ തുടങ്ങുന്ന കരി അധികം ചന്ത. അപ്പൊ ച പോയിട്ടാണോ ഇഞ്ച വരുന്നത്? അല്ല. ച എന്ന അക്ഷരത്തിന്റെ അനുനാസികമാണ് ഞ. ച, ഛ, ജ, ഛ, ഞ. ച വന്നാൽ ഞ വരണം. ഞ അധികം ചായാണ് എന്ത് കിട്ടുന്നത്? ഇഞ്ച. അപ്പൊ കരി അധികം ചന്ത, കരിഞ്ചന്ത. കരിചന്ത, കരിഞ്ചന്ത. കരിപന, കരിമ്പന. പായുടെ അനുനാസികം പ, ഭ, ബ, ഭ, മ. അപ്പോൾ മ വരും. മ വന്ന് ഈ പായോടൊപ്പം ചേരുമ്പോഴാണ് ഇമ്പ കിട്ടുന്നത്. കരിമ്പന. മ കണ്ടോ ആഗമിച്ചതാ? ഞ ആഗമിച്ചു. കരി, കുരങ്ങ്. ക, ഖ, ഗ, ഖ, ങ. കായുടെ അനുനാസികം ങ. അപ്പൊ കരി അധികം കുരങ്ങ്. ങ് വന്ന് ഈ കായോടൊപ്പം ചേരുമ്പം ഇങ്കയാവും. അതുകൊണ്ടാണ് ഇവിടെ ബ്രാക്കറ്റിൽ ങ് ആഗമിച്ചു എന്നിട്ടിരിക്കുന്നത്. കരി, തേൾ. കരിന്തേൾ അല്ലേ? തായുടെ അനുനാസികം തഥ ന. അപ്പൊ ന വന്ന് ഈ തായോടൊപ്പം ചേർന്നപ്പോൾ ഇന്ദയായി. ഒന്നും പോയിട്ട് വേറൊന്നും വന്നില്ല അല്ലേ? ഇവിടെ ഉള്ളതിൻ്റെ അനുനാസികം ആഗമിച്ചതേ ഉള്ളൂ. മലപുഴ, മലമ്പുഴ. മല കുറവൻ, മലങ്കുറവൻ. മലച്ചരക്ക്, മലഞ്ചരക്ക്. ഓക്കെ അല്ലേ? അത് വർഗാക്ഷരങ്ങളുടെ അനുനാസികം എന്ത് ചെയ്യും? ആഗമിക്കും. ഒന്നും തന്നെ നഷ്ടമാവുന്നില്ല. നോക്കാം. യെസ്, അപ്പോൾ കരി മലയായി മ. നമ്മൾ പൂവ് എന്ന് പറയുമ്പോൾ പൂ എന്ന് പിരിക്കണ പോലെ തന്നെ മാവ് എന്നത് പിരിച്ചെഴുതാൻ പറയുമ്പോൾ മാ എന്ന് പിരിച്ചാൽ മതി. കാരണം നമ്മൾ മാവ് പഴമെന്നും മാവ് തളിരെന്നും പറയുന്നില്ല അല്ലേ? മാന്തളിർ, മാമ്പൂവ്, മാമ്പഴം അങ്ങനെയല്ലേ പറയുന്നത്. അപ്പം അതുകൊണ്ട് മാ അധികം പഴം, മാമ്പഴം. മാ തളിർ, മാന്തളിർ. മാകനി, മാങ്കനി. ഇവിടെ മ വന്നു, പായോടൊപ്പം ചേർന്നപ്പോൾ ഇമ്പയായി. ഇനി ഇവിടെ ന വന്നു, ഇവിടെ ങ വന്നു. നമ്മൾ പഠിച്ച ആ സെയിം റൂള് തന്നെ. അപ്പോൾ കരി, മല, മായായി മുള. മുളയിൽ അധികം പദങ്ങളൊന്നുമില്ല. മുള അധികം തണ്ട് എന്തായി മാറും? മുളന്തണ്ട് ആവും. മുള അധികം തണ്ട്, മുളന്തണ്ട്. മുള തണ്ട് എന്താകുന്നു? മുളന്തണ്ട് ആകുന്നു. മുള പ്ലസ് തണ്ട്, മുളന്തണ്ട്. ഓക്കെ, അതായത് ന വന്നു. മുള അധികം തണ്ട് എന്താകുന്നു? മുളന്തണ്ട്. ഇനി നോക്കാം. മുള അധികം കുഴൽ, മുളങ്കുഴൽ, മുളങ്കുഴൽ. ങ് ങ്. ഇവിടെ ങ വന്നു, ഇവിടെ ന വന്നു. പൂ അധികം തേൻ, പൂന്തേൻ. ന്. പൂ അധികം കാറ്റ്, പൂങ്കാറ്റ്. ങ്. പൂ അധികം കാവനം, പൂങ്കാവനം. ങ്. പൂ അധികം ചോല, പൂഞ്ചോല. ഞ്.
അല്ലേ? അപ്പോൾ അത് വർഗാക്ഷരങ്ങളുടെ അനുനാസികം തന്നെ ആഗമിച്ച് വർഗാക്ഷരത്തോടൊപ്പം ചേരുമ്പോഴാണ് ഇങ്ക, ഇഞ്ച, ഇണ്ട, ഇമ്പ എന്നീ അക്ഷരങ്ങളൊക്കെ കിട്ടുന്നത്. ഓക്കെ അല്ലേ? യെസ്. ഇനി നമുക്ക് നോക്കാം. അപ്പോൾ കരിയായി, മലയായി, മായായി, മുളയായി. ഇവിടെ നമുക്ക് മുളയായി, പൂവായി. കൂടാതെ പൂന്തേൻ, പൂങ്കാറ്റ്, പൂങ്കാവനം, പൂഞ്ചോല കൂടാതെ PYQ ചോദിച്ചിട്ടുള്ളതാണ് എന്ത്? PYQ ക്വസ്റ്റ്യൻ നമുക്കൊന്ന് നോക്കാം. ഏതൊക്കെയാണ് PYQ ചോദിച്ചിട്ടുള്ളതെന്ന് നോക്കാവേ. യെസ്, നോക്കൂ. ഒന്ന്, പൂഞ്ചിറക്. പൂ അധികം ചിറകാണ് എന്തായി മാറുന്നത്? പൂഞ്ചിറക്. ഏതാണ്? പൂഞ്ചിറക്. പൂ അധികം ചിറക്, പൂഞ്ചിറക. ഇതും ഞ ആഗമിച്ചു. 2, പൂ അധികം പൊടി. യെസ്, നമ്മൾ ചേർത്ത് എഴുതുമ്പം പൂമ്പൊടി എന്നാവും, പൂമ്പൊടി. അതുപോലെ പൂ അധികം പാറ്റ ചേർത്താൽ എന്താകുന്നു? പൂമ്പാറ്റ. പൂപ്പാറ്റ, പൂമ്പാറ്റ, പൂമ്പാറ്റ. ഓക്കെ, യെസ്. അപ്പോൾ ഇവിടെ എല്ലാം സംഭവിച്ചത് അതത് വർഗാക്ഷരങ്ങളുടെ അനുനാസികം വന്നുചേരലാണ് നടന്നത്. ഇനിയും ശ്രദ്ധിക്കാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ എപ്പോഴും പൂ എന്നത് പിരിക്കുന്നത്, പൂവ് എന്നത് പിരിക്കുന്നത് പൂ എന്ന് തന്നെ ആയിരിക്കണം. മാവ് എന്നത് മാ എന്ന് തന്നെ പിരിക്കുകയും വേണം. അപ്പോൾ അത് ശ്രദ്ധിച്ചു വെക്കേണ്ട ഒരു കാര്യമാണ്. ഇനി നോക്കൂ, അടുത്തത് പുളി അധികം കുരു എന്താവും? പുളിങ്കുരു. പുളി അധികം കുരു എന്താണ്? പുളിങ്കുരു. അപ്പോൾ കരി, മല, മാ, മുള, പൂ, പുളി, പൈ, പന അല്ലേ? ഇതിൽ തുടങ്ങുകയും ചേർത്ത് എഴുതുമ്പോൾ ഇങ്ക, ഇഞ്ച, ഇന്ത, ഇമ്പ ഇതിലേതെങ്കിലും ഒന്ന് വരികയും ചെയ്താലാണ് ആഗമസന്ധിയാവും നമ്മൾ പഠിച്ചത്. അപ്പം അതിൽ കരി, മല, മാ, മുള, പൂ, പുളി വരെയായി. ഇനി പുളി അധികം കുരു, ഇത് രണ്ടും PYQ ആണ്. കാരണം ഈ പുളിയിൽ വരുന്ന 2 പദങ്ങളല്ലേ ഉള്ളൂ, പുളിങ്കുരുവും പുളിങ്കൊമ്പും. അതുകൊണ്ട് തന്നെ റിപ്പീറ്റ് അടിച്ച് ചോദിച്ചിട്ടുണ്ട്. പുളികുരു, പുളിങ്കുരു. ങ് വന്ന് ഈ കായോടൊപ്പം ചേർന്നപ്പോൾ ഇങ്കയായി. അതുപോലെ അതെ, ഇവിടെയും എന്തായി? ങ്, കാ, ഇങ്ക. പുളിങ്കുരു, പുളിങ്കൊമ്പ്. ഇനി പൈ അധികം പാലാണ് എന്തായി മാറുന്നത്? പൈമ്പാൽ. പൈ പ്ലസ് പാൽ, പൈമ്പാൽ. പശുവിൻ്റെ പാൽ എന്നാണ് അർത്ഥം. പൈ, പാൽ, പൈമ്പാൽ. പൈ കിളി, പൈങ്കിളി. പൈങ്കിളി എന്നാൽ തത്ത എന്നുള്ള അർത്ഥം. ഇവിടെ മ് വന്നു, മ് പായാണ് എന്തായത്? ഇമ്പ. ങ് വന്നു, ങ് കാ, ഇങ്കയായി. ഓക്കെ, ഇനി പനയിൽ തുടങ്ങുന്ന ഏതൊക്കെ പദങ്ങളുണ്ട്? പന അധികം തത്ത, പനന്തത്ത അല്ലേ? ഇവിടെ ന് വന്ന് ഈ തായോടൊപ്പം ചേർന്നപ്പോൾ ഇന്തയായി, പനന്തത്ത. ഇനി പന അധികം കള്ള് ചേർക്കുമ്പം പനങ്കള്ള്, ങ് കാ, ഇങ്ക. അപ്പോൾ അതും പനങ്കള്ളും എന്ത് തന്നെ? ആഗമ സന്ധി തന്നെ. പന അധികം കള്ളാണ് എന്തായി മാറുന്നത്? പനങ്കള്ള്. ഇനിയുണ്ട് പന അധികം പട്ട. പന അധികം പട്ട ചേർത്ത് എഴുതുമ്പോൾ എന്താവും? യെസ്, പനമ്പട്ട എന്നാവും, പനമ്പട്ട. അതുപോലെ പന, അപ്പം ഇവിടെ എന്താ? മ് വന്നല്ലേ? മ് വന്ന് ഈ പായോടൊപ്പം ചേർന്നപ്പോൾ എന്തായി? ഇമ്പയായി. പാ എന്നതിൻ്റെ അനുനാസികമാണ് മാ. അത് വന്ന് ആഗമിച്ച വർണ്ണം ഏതെന്ന് ചോദിച്ചാൽ മ് വന്ന് ഓൾറെഡി അവിടെ ഉത്തരപദത്തിൻ്റെ ആദ്യമുള്ള പായോടൊപ്പം ചേർന്നപ്പോഴാണ് എന്തുണ്ടായത്? ഇമ്പയായത്. അല്ലാതെ അവിടെ പാ പോയിട്ടല്ല, മ് വന്ന് പായോടൊപ്പം ചേർന്നപ്പോൾ ഇമ്പയായി. ഇനി പന അധികം കുല ചേർക്കുമ്പോൾ എന്താവും എന്നറിയാമോ? പനങ്കുലയാവും. പനാകുല, പനങ്കുല. പനങ്കുല പോലുള്ള മുടി എന്നൊക്കെ പറയൂലേ, പനങ്കുല. ഇനി പന അധികം പനമ്പട്ട, പനങ്കള്ള്, അതുപോലെ പനന്തത്ത, പനഞ്ചുവട് പറയാം. പനഞ്ചുവട്ടിലെന്ന് നമ്മൾ പറയില്ലേ, പന അധികം ചുവട്, പനഞ്ചുവട്. പനയുടെ ചുവട് എന്നുള്ള അർത്ഥം. ഓക്കെ, അങ്ങനെയാണ് ആഗമസന്ധിയുടെ
2 റൂളുകളിലൂടെ ഈ പ്രധാനപ്പെട്ട പദങ്ങളെല്ലാം നമ്മൾ എന്ത് ചെയ്യുന്നത് ചേർത്ത് സന്ധി ചേർച്ചയായിട്ട് എടുക്കുന്നത്. ഇനി ഈ ആഗമസന്ധിയിൽ തന്നെ പിന്നെ എന്താണ് കേരള പാണിനീയ നിയമപ്രകാരമുള്ള ചേർച്ച കൂടിയുണ്ട്. ഉദാഹരണത്തിന് ഇപ്പം നമ്മൾ പറയും എന്താണ് ചാ അധികം ഉന്നു എന്നത് ചേർക്കുമ്പോൾ ചായുന്നു എന്നാവൂല, ചാവുന്നു എന്നോ അല്ലെങ്കിൽ ചാകുന്നു എന്നോ പറയാം. ചാവുന്നു അഥവാ ചാകുന്നു. അതുപോലെ പാടി അധികം ഏൻ ചേർത്തെഴുതുമ്പോൾ പാടിനേൻ, പാടിനേൻ, പാടിനേൻ എന്നോ അല്ലെങ്കിൽ പാടിയേൻ എന്നോ പറയാം. പാടിയേൻ. പോ അധികം ഒന്നു, പോ അധികം ഒന്നു, ഒന്നുകിൽ പോവുന്നു അല്ലെങ്കിൽ എന്താണ് പോകുന്നു, പോകുന്നു. അപ്പോൾ ബ് കായായും അതുപോലെ എന്താണ് ന യായായും മാറും. വാ കായാകുന്നതാണ് ചാ ഉന്നു ചാകുന്നു, ചാവുന്നു ചാകുന്നു എന്നോ ചാവുന്നു എന്നോ പറയാം. പാടിയേൻ, പാടിനേൻ, പാടിയേൻ, പോവുന്നു പോവുന്നു പോകുന്നു. ഓടിനാൻ, ഓടി അധികം ആൻ. ഇവിടെ നമുക്ക് ഓടിയാൻ എന്നോ അവൻ ഓടി എന്നോ ഓർ ഓടിനാൻ എന്നോ പറയാം. യെസ്, ഇത് എന്താണ് ആഗമസന്ധി രൂപത്തിൽ തന്നെ ഉണ്ടാകുന്ന മാറ്റമാണ്. പക്ഷെ നമ്മൾ പറഞ്ഞ പോലെ കേരള പാണിനീയ നിയമപ്രകാരമുള്ള ഒരു ചേർച്ചയാണ് ഇതിനകത്ത് വരുന്നത്. ഓക്കെ, ഇത് PYQ ആയിരുന്നു. ചാവുന്നു. ഒത്തിരി ഉദ്യോഗാർത്ഥികളും ചായുന്നു എന്ന ആൻസർ ചെയ്തതാണ്. ആക്ച്വലി ചായുന്നു അല്ല, ചാവുന്നു ആണ്. അപ്പോൾ ആഗമസന്ധിയുടെ സ്പെഷ്യൽ നിയമങ്ങളാണ് നമ്മൾ പഠിച്ചത്. എന്തൊക്കെയാണ് ആഗമസന്ധിയിൽ വരുന്നത്? യെസ്, 2 പദങ്ങൾ തമ്മിൽ ചേരുമ്പോൾ പുതിയതായി ഒരു വർണ്ണം വന്നു ചേരുന്നതാണ് ആഗമസന്ധി എന്ന് പഠിച്ചു. അപ്പോൾ 2 പദങ്ങൾ തമ്മിൽ പിരിച്ചിട്ട് ചേർക്കുമ്പോൾ പുതിയതായി ഒരു വർണ്ണം വന്നു ചേരുന്നത് ആഗമസന്ധി. അതിൽ ആദ്യ റൂൾ അനുസരിച്ച് ഒരു പദം പിരിച്ച് ചേർക്കുമ്പോൾ യ വ എന്നിവ വരും. ആ യ വയ്ക്ക് പകരം തന്നെ കേരള പാണിനീയ നിയമപ്രകാരമുള്ള പദ ചേർച്ചയാണ് നമ്മൾ ഓടിനാനും ചാവുന്നു ഒക്കെ കണ്ടത്. ഓക്കെ, സിമ്പിളായിട്ട് യ വന്നു ചേരുന്നതിന് ഉദാഹരണമാണ് ഇത്. ഇതെല്ലാം യ വരുന്നതാണ്. എന്നാൽ വ് വരുന്നതാണ് നമ്മൾ ഈ കണ്ടത്. അതിൽ അവനും അവളും ഒക്കെ പ്രീവിയസ് ആണ്. ഓക്കെ, ഓടുന്നവനിടയ്ക്ക് ചോദിച്ചിരുന്നു. ഓടുന്ന പ്ലസ് അന്നാണ്, ഓടുന്ന അവനല്ല, ഓടുന്ന അധികം അൻ. എന്നാലേ ഇവിടെ വ് വന്ന് ആയോടൊപ്പം ചേർന്ന് വ ആവുള്ളൂ. ഓടുന്ന അൻ, ഓടുന്നവൻ. ചാടുന്ന അൾ, ചാടുന്നവൾ. ഓടുന്ന അന്നും ചാടുന്ന അള്ളുമാണ്. ചാടുന്നവൾ, ഓടുന്നവൻ, വ് വരുന്നത്. പിന്നെ നമ്മൾ പഠിച്ചത് എന്താണ്? യെസ്, ഇതായിരുന്നു. കരിമല, മാമുള, പൂ, പുളി, പൈപ്പന എന്നീ പദങ്ങളിൽ തുടങ്ങുകയും ചേർത്തെഴുതുമ്പോൾ ഇങ്ക, ഇഞ്ച, ഇന്ത, ഇമ്പ ഇതിലേതെങ്കിലും ഒന്ന് കിട്ടുകയും ചെയ്താൽ ആഗമസന്ധിയാണ്. അങ്ങനെ കരി, മല, മാമുള, പൂ, പുളി, പൈപ്പന ഇതിൽ തുടങ്ങുന്ന പദങ്ങളായിരിക്കുകയും വേണം. ചേർക്കുമ്പോൾ ഇങ്ക, ഇഞ്ച, ഇന്ത, ഇമ്പ വരികയും വേണം. അപ്പോൾ ആഗമസന്ധി ഈ ഒരു കോഡ് വെച്ച് ഈ പദങ്ങളൊക്കെ തന്നെയാണ് ആഗമസന്ധിയിൽ നിന്നും റിപ്പീറ്റായിട്ട് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, ബൈ.